ഈ കാണുന്ന മുഴുവൻ ആർക്കാ? അമ്മ ഈ സ്വീറ്റ്സ് ഒന്നും കഴിക്കാറില്ലല്ലോ. അതും അവൾക്കാ. കാർത്തൂന് വിരുന്ന് വന്നതല്ലേടാ, സൽക്കരിക്കണ്ടേ? ഒരു മീൻകാരിയെ പാലും പലഹാരം കൊടുത്ത് സൽക്കരിക്കുന്നു, അതും എന്റെ അമ്മ. എനിക്ക് ആലോചിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. നീ ഒന്ന് ഇറങ്ങിപ്പോയേ. ഇന്നത്തെ എന്റെ സന്തോഷം വെറുതെ കളയല്ലേ നീ. വാ. പോയോ അമ്മേ? പോയി. ഇത്രയേ ഉള്ളൂ കാര്യം. മോള് വാ, പാല് കുടിക്കേ. തള്ളേ, ഇനിയെങ്കിലും സത്യം പറ, നിങ്ങൾ ആരാ? എന്റെ പേര് പറഞ്ഞാ മതി. പോരാ, നിങ്ങൾ ഈ അഴകത്ത് കേറി ഇറങ്ങുന്നതിന്റെ ഉദ്ദേശം എന്താന്നാ എനിക്ക് അറിയേണ്ടത്. നീ അഴകത്ത് വന്നതിന്റെ ഉദ്ദേശം എന്താ? ഞാൻ ഇവിടത്തെയാ. ഞാനും ഇവിടത്തെയാ. നിങ്ങൾക്ക് ഈ വീടുമായിട്ടുള്ള ബന്ധം അതറിയണോ നിനക്ക്? അറിയണം. ഞാൻ നിന്നെ അന്വേഷിച്ചു വന്നതാ. നിന്നെ എനിക്ക് കൊല്ലണം. ഓ, തമാശ പറഞ്ഞതായിരിക്കും. അല്ല, കാര്യം പറഞ്ഞതാ. എന്റെ മകന്റെ തൊഴിലിനോട് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കൊന്നേനെ. എന്തിന്? അതിന് നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? നീയും എന്റെ മകനും തമ്മിൽ എന്താ ബന്ധം? അത് പറയാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? രാഘവൻ വല്ലതും പറഞ്ഞായിരുന്നോ? പറഞ്ഞു, എല്ലാം പറഞ്ഞു. എന്താ എന്താ പറഞ്ഞത്? പറയട്ടെ. പറയ്. പറഞ്ഞാ നീ മനസ്സിലുള്ളത് സമ്മതിക്കൂ? ഒന്ന് പറയുന്നുണ്ടോ തള്ളേ? നീയും എന്റെ മോനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞു. കെട്ടിയോനെ ഉപേക്ഷിച്ച് നീ അവന്റെ കൂടെ ഇറങ്ങി പോകുമെന്ന് പറഞ്ഞു. ഒരു രണ്ടാം കെട്ടുകാരി, കാലണയ്ക്ക് കൊള്ളാത്ത കീടത്തിനെ എന്റെ മോൻ കെട്ടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞത്. തോന്നിയ ദിവസം പറഞ്ഞാലുണ്ടല്ലോ എന്റെ അടുത്ത്. തോന്നിയ ദിവസം കാണിക്കില്ല എന്റെ അടുത്ത്. ഉറക്കം വരുന്നില്ലേ? എന്റെ മോള് കിടന്നു. വേണ്ട. ഇതുപോലെ അമ്മ എന്നെ സ്നേഹിക്കുന്നത് ഒരുപാട് ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. സ്വപ്നം സത്യമായ ദിവസം ഇന്ന്. കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരിക്കാം അമ്മേ. എനിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, എൻ്റെ കുഞ്ഞിനും കൂടി വേണ്ടിയാ. വയറ്റിൽ കിടന്ന് എല്ലാം അതറിയുന്നുണ്ട്. ഞാൻ നിന്റെ കുഞ്ഞിനെ എത്ര സ്നേഹിച്ചാലും അച്ഛന്റെ സ്നേഹത്തിന് പകരമാവില്ല അത്. അച്ഛൻ മക്കൾക്ക് ഈശ്വര തുല്യനാ. എന്റെ മോനത് മനസ്സിലാക്കിയില്ല. അനന്തുവേട്ടന്റെ കുറ്റമൊന്നും അല്ല അമ്മയത്, എന്റെ വിധിയാ. എനിക്ക് അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടില്ല. എന്റെ കുഞ്ഞിനും അതുപോലെ തന്നെ അച്ഛന്റെ വാത്സല്യം അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. നീ അച്ഛൻ ആരാണെന്ന് അറിയാതെയാ വളർന്നത്. നിന്റെ കുട്ടി പക്ഷെ അതുപോലെ അല്ലല്ലോ. അനന്തുവിന് വേണ്ടെങ്കിലും അവൻ അനന്തുവിന്റെ കുട്ടിയായിട്ട് തന്നെ വളരും. വേണ്ടമ്മേ, എന്തിനാ പേരിന് മാത്രമായിട്ടൊരച്ഛൻ? എന്നെപ്പോലെ നാണം കെട്ട് വളരാതിരിക്കാൻ വേണ്ടി മാത്രം ആ അച്ഛനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും ഞാൻ. അമ്മേ, ഒരല്പം പോലും സ്നേഹിക്കാതെ ഉപേക്ഷിച്ചു പോയ അച്ഛനെ കുറിച്ച്. എല്ലാം ഉണ്ടായിട്ട് എന്താ കാര്യം? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒക്കെ ഒരു യോഗം വേണം. മോൾക്ക് ഈ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്താ അമ്മേ? അമ്മയ്ക്ക് പണമുണ്ട്, പദവിയുണ്ട്, അധികാരവും ഉണ്ട്.
എല്ലാവരും അമ്മയെ ബഹുമാനിക്കുന്നു. പക്ഷേ അമ്മയുടെ മനസ്സ് മാത്രം ആരും കണ്ടിട്ടില്ല. ഭർത്താവോ മക്കളോ ആരും. ഒരാൽമരം പോലെ അമ്മ ഇങ്ങനെ എല്ലാവർക്കും താങ്ങും തണലും ജീവശ്വാസവും ഒക്കെ അമ്മയാ. എന്നാലും അമ്മയെന്നും നട്ടുച്ച വെയിലെത്തും. പക്ഷേ ആരോടും പരാതി പറയാറില്ല ഞാൻ. എന്താണെന്നറിയോ, അമ്മയ്ക്ക് പരാതി പറയാൻ ആരുമില്ല. ഈശ്വരനുണ്ട്. പക്ഷെ എങ്ങനെയാ ഇത്രയും സൗഭാഗ്യങ്ങളൊക്കെ തന്നില്ലേ? അപ്പൊ പിന്നെ പരാതി പറയുന്നത് അധികപ്പറ്റാവില്ലേ? അതുകൊണ്ട് പലപ്പോഴും ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പരിഭവം പറഞ്ഞ് കലഹിച്ചുകൊണ്ടിരിക്കും. മോനെ, എന്താ? മോന് കുടിക്കാനുള്ള ചൂടുവെള്ള. ഇതേ മൈഥിലി എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ചിരുന്ന ഞാൻ ഇങ്ങോട്ട് എടുത്തോണ്ട് പോന്നു. നന്നായി, ഇന്നത്തെ ബഹളത്തിനൊരു കാരണമായി. ഒന്ന് ബഹളം വയ്ക്കട്ടടാ. അത് കാണാനല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ബഹളത്തിനിടയിലും ഒരു നല്ല മനസ്സുണ്ടവൾക്ക്, ഇല്ലേ? പാവ, പറഞ്ഞു വെറുപ്പിക്കും ആളുകളെ, അത്രയേ ഉള്ളൂ. ഏയ്, എനിക്കിഷ്ടേ ഉള്ള അവളോട്. നിങ്ങൾ എന്റെ ബെഡ്റൂമിലോ? ഞാൻ ഈ ചൂടുവെള്ളം കൊടുക്കാൻ വന്നതാ. മോന് രാത്രി കുടിക്കണ്ടേ? ഞാൻ എടുത്തു വെച്ച വെള്ളം എന്റെ ഭർത്താവിന് നിങ്ങളോ? ഞാൻ എന്തൊക്കെയാ കാണുന്നേ? അമ്മയുടെ പ്രായമുള്ളൊരു സ്ത്രീയല്ലേ, അവർക്ക് ഇത്തിരി വെള്ളം കുടിക്കാൻ തരണമെന്ന് തോന്നി. വേണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്നാ കഷ്ടമാടി പെണ്ണേ. നീ എന്റെ കൂടെ കിടന്നോ. ഞാനേ ഇന്ന് ഇവിടെയാ കിടക്കുന്നേ. എന്താ? ഇവരെ ഞാനിന്ന് കൊല്ലും. അയ്യോ, എനിക്കതിനുള്ള ആരോഗ്യോ ഇല്ല. അരവിന്ദേട്ടൻ എന്തെങ്കിലും ഒന്ന് പറ. നിനക്ക് എന്താ മൈഥിലി? അവര് വെറുതെ നിന്നെ ദേഷ്യപ്പെടുത്താൻ പറഞ്ഞല്ലേ. എന്ത് കിട്ടിയാലും ഏറ്റുപിടിച്ചോളും. ഇവരോട് ഇറങ്ങി പോവാൻ പറ. പറയണ്ട, ഞാൻ പൊക്കോളാം. എടാ മോനെ, എവിടുന്ന് കിട്ടിയടാ നിനക്ക്? ഓ, കണ്ട എന്തെങ്കിലും ഒരു ശൈലി വേണ്ടേ? സ്വത്ത്. അയ്യോ, സൗന്ദര്യം ഇല്ല എനിക്ക്. അവര് വെറുതെ പറഞ്ഞാടി, നീ സുന്ദരിയാ. സത്യം സത്യം. അരവിന്ദേട്ടൻ പറഞ്ഞ എനിക്ക് വിശ്വാസ. ഞാൻ ഒരിക്കൽ കൂടി ചോദിക്കുക ഗീതമ്മയോട്, അഭിയെ ഇവിടെ താമസിപ്പിച്ചുകൂടെ? എത്ര വട്ടം ചോദിച്ചാലും എന്റെ അനുവാദം കിട്ടില്ല നിനക്ക്. മറ്റൊരുത്തന്റെ കൂടെ ജീവിച്ച പെണ്ണ അവള്. എങ്ങനെ തോന്നി നിനക്കവളെ കെട്ടാൻ? നിന്റെ കൂടെ ജീവിക്കുമ്പോഴും മറ്റൊരാളെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കും അവളുടെ മനസ്സില്. ഓ, അതൊക്കെ പോട്ടെന്ന് വെക്കാം. അവളുടെ കാൽവരവ് ഈ വീടിന് ഇത്രയ്ക്ക് ദോഷം ചെയ്യൂന്ന് അടിയോടി പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത്.
അവളെ കൊണ്ടുചെന്ന് വീട്ടിലാക്കി കാർത്തി നീ. ഈ ബന്ധം നമുക്ക് വേണ്ട. ഗീതമേ, ഞാൻ തർക്കുത്തരം പറയാണെന്ന് വിചാരിക്കരുത്. അഭിയെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെ പിന്നെ നീ എന്ത് ചെയ്യാൻ പോന്നു? പറയടാ, കുടുംബം നശിപ്പിക്കാനാണോ നിന്റെ ഉദ്ദേശം? അല്ല, അഭിയെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു വീടെടുത്ത് മാറാം. മറ്റൊരു വീടെടുത്തിട്ട് അവളെ ഒറ്റയ്ക്ക് താമസിപ്പിക്കാനോ? അങ്ങനെയല്ല, ഞാനും കൂടെ. നീ അവൾക്കൊപ്പം ഇവിടുന്ന് പോകാനോ? അപ്പൊ ഞങ്ങളെ വേണ്ടെന്ന് വെക്കുമല്ലേ? വേണ്ടെന്ന് വെക്കില്ല, പക്ഷേ അഭിയെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നീ പോയ ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ? അത് മറന്നോ നീ? ഇല്ല, എളങ്ങോത്ത് അമ്മാവനുണ്ടല്ലോ. ഒറ്റയ്ക്കല്ലേ അമ്മാവനും. ഇവിടെ വന്ന് താമസിക്കാൻ ഏർപ്പാടാക്കാം. എല്ലാം നീ തീരുമാനിച്ചു. ഭാര്യയുടെ വാക്കും കേട്ട് വീട് ഉപേക്ഷിച്ച് പോകാൻ തന്നെ നീ തീരുമാനിച്ചു അല്ലേ? അവളുടെ വാക്ക് കേട്ടിട്ടൊന്നുമല്ല. എനിക്കിതല്ലാതെ വേറെ നിവൃത്തിയില്ല. നീ വീട് വിട്ടു പോവല്ലേ? എന്നെ അമ്മയെ ഉപേക്ഷിച്ച് പോവല്ലേ? 2 ദിവസം നീ ഈ വീട്ടിൽ നിന്ന് മാറി നിന്ന പരിഭ്രമമാ എനിക്ക്. ഉണ്ടോ ഉറങ്ങിയോ എന്നറിയാതെ നെഞ്ചടിപ്പാ എനിക്ക്. മോനെ പോലെ നിന്നെ കൊണ്ടു നടന്ന ആ എന്നെ ഉപേക്ഷിച്ച് പോവോ നീ? പോവോടാ? പൊയ്ക്കോ, പൊയ്ക്കോ. മേലിൽ നമ്മൾ തമ്മിൽ കാണില്ല, സംസാരിക്കില്ല.
കവിത കവിത എന്നെ കണ്ടു അമ്മേ. കവിത 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 എന്താ കവിത എന്താന്ന് എന്താ അനന്തു, അവിടെ പ്രേതം. പ്രേതോ? ഇവിടെ ഒന്നുമില്ല. ബാലാമണിയുടെ പ്രേതം ഞാൻ കണ്ടതാ. നീ ഇതെന്തൊക്കെയായി പറയുന്നത്? അവിടെ ബാലാമണി ഞാൻ കണ്ടു. എന്താ കറുത്ത് വലിയ കടവാവിന് പോലെ. ഞാൻ കണ്ടതാ. ഏയ് തോന്നിയതായിരിക്കും. അല്ല, ഞാൻ കണ്ടതാ. എന്താ എന്താ ഇവിടെ അലർച്ചയും ബഹളോ? ഇവള് ബാലാമണിയെ കണ്ടെന്ന് പ്രേതമായിട്ട്. ഞാൻ കണ്ടതാ. ബാലാമണിയുടെ പ്രേതം യക്ഷിയായിട്ട്. ബാലാമണിയുടെ പ്രേതോ? അപ്പോ അവള് മരിച്ചു എന്ന് നിനക്കറിയോ? ആ അത് നേരാണല്ലോ. ഇവക്കെങ്ങനെ അറിയാം? എനിക്കൊന്നും അറിഞ്ഞൂടാ. കറുത്ത് കണ്ണു തുറച്ച് കണ്ടപ്പോ പെട്ടെന്ന് അങ്ങനെ തോന്നിപ്പോയി. ഓ, തോന്നല അല്ലേ? വെറും തോന്നലാമേ. അവളോട് ചെയ്ത ദ്രോഹം കുറ്റബോധമായിട്ട് കവിതയുടെ മനസ്സിൽ കിടന്നിങ്ങനെ പുകയാ. മോനെ അനന്തു, ഈ തോന്നല് സൂക്ഷിക്കണം. ഇപ്പൊ കണ്ടു, ഇനി കൂടെ വരുന്നത് പോലെ തോന്നും, പിന്നെ വിട്ടു പോകുന്നില്ല എന്ന് തോന്നും. അവസാനം ഇങ്ങനെയാ ഭ്രാന്താകുന്നത്. ആ മതി, പോയി കിടക്കെല്ലാവരും. വെറുതെ ഓർക്കം കളയണ്ട. നീ വെറുതെ മനുഷ്യന് നാണക്കേട് ഉണ്ടാക്കാനായിട്ട് കരുവാ. എന്തോന്നാ വാ. അതല്ല, അവളെന്തിനാ പുറത്തു വന്നത്? ഞാൻ അറിഞ്ഞില്ലടാ. വെള്ളം കുടിക്കാൻ വന്നതായിരിക്കും. ഇപ്പൊ ഒക്കെ കുഴപ്പിച്ചേനെ. ഏയ്, കവിതയൊന്ന് പേടിച്ചത് നന്നായി. അത് അത്യാവശ്യമായിരുന്നു. കുറച്ച് വെള്ളം. ദാ. നീ ഇത്രയ്ക്ക് പേടിച്ചു പോയോ? ചത്തുപോയ ഒരാള് കരിങ്കല്ല് പോലെ മുന്നിൽ വന്ന് നിന്നാ ആരാ പേടിക്കാത്തത്? മരിച്ചു പോയിന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. അവള് ചത്തു. അത് നിനക്കെങ്ങനെ അറിയാം? മരിച്ചില്ലെങ്കിൽ പിന്നെ പ്രേതമായിട്ട് വരുമോ? ഞാൻ കണ്ടതാ. മുടി അഴിച്ചിട്ടിട്ട് മൊത്തം കറുത്ത രൂപത്തില് വെളുത്ത് തിളങ്ങുന്ന ഒരു മുഖം, തുറച്ചു നോക്കുന്ന കണ്ണുകള്. ഞാൻ നടുങ്ങിപ്പോയി. അത്രയ്ക്കും മനസ്സുറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ ബോധം കെട്ട് വീണത്. എന്റെ കവിത, ഈ ഭൂതവും പ്രേതവും ഒക്കെ ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ആണെങ്കിൽ അവള് എന്റെ അടുത്തല്ലേ വരേണ്ടത്? അല്ല, എന്നോടായിരിക്കും ദേഷ്യം. ഇതൊക്കെ നിന്റെ മനസ്സിന്റെ ഓരോരോ തോന്നലുകളാ. ബാലാമണി ജീവിച്ചിരിപ്പില്ല എന്ന് നിന്റെ മനസ്സിലൊരു തോന്നലുണ്ട്. അതുകൊണ്ട് അവളുടെ ആത്മാവിനെ വരെ നീ വെറുതെ പേടിക്കുക. അതാണ് കാര്യം. അത് മാത്രമാണ് കാര്യം. വന്നിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ.
എത്ര മുറിയുണ്ട് കാർത്തിക് നമ്മൾ താമസിക്കാൻ പോകുന്ന ഫ്ലാറ്റിന്? അതൊരു 2 ബെഡ്റൂം ഫ്ലാറ്റാ. സിംഗിൾ റൂം ആയാലും മതി, സ്വസ്ഥതയും സമാധാനം ഉണ്ടാവുമല്ലോ. കാർത്തിക്കിനെന്താ വിഷമമുണ്ടോ ഇവിടുന്ന് പോകുന്നതില്? വിഷമമുണ്ട്. ഇതുവരെ വീട് വിട്ട് ഏറിയ 2-3 ദിവസം, അതിനപ്പുറം മാറി നിന്നിട്ടില്ല. അതുകൊണ്ടൊരു പ്രയാസം. അതൊന്നും സാരമില്ല, ഞാൻ കൂടെ ഇല്ലേ, പിന്നെന്താ. കാർത്തിക്, അമ്മയും പെങ്ങളെയും എപ്പോ വേണമെങ്കിലും വന്ന് കാണാം. എന്താ ആവശ്യമുണ്ടെങ്കിലും അത് നടത്തി കൊടുക്കാം, അതുപോരെ? മതി. എന്നാ പോവാൻ നോക്കാം നമുക്ക്. മോനെ കാർത്തികേ, ഓടി വാ മോനെ. എന്റെ മോളെ. ഗീതമേ, ഗീതമേ, മോളെ ഗീതമേ, മോളെ, മോളെ, ഗീതമേ, മോളെ ഗീതമേ. കാർത്തിക്, ഇതെന്തു പറ്റി? ഗീതമേ, അയ്യോ, ഗീതമേ, വിഷം കഴിച്ചതാ. എന്തിനാ ഗീതമേ ഇത്? മോളെ, മോളെ ഗീതമേ.